ഹായ് ഓൾ, iPlus ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UGC നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 2025 ഡിസംബർ എക്സാമിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. രണ്ട് ലിസ്റ്റ് തന്നിട്ടുണ്ട്. ജോയിൻസിന്റെ പേരുകളാണ് രണ്ട് ലിസ്റ്റിൽ തന്നിട്ടുള്ളത്. അപ്പം ഇതിന്റെ ഒരു ബന്ധം ഉണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ആൻസറിലേക്ക് പോകേണ്ടത്. ലിസ്റ്റ് 1 അതിന് നമ്മൾ വിളിക്കുന്ന പേരും ലിസ്റ്റ് 2 അനാറ്റമിക്കലായിട്ടുള്ള അതിന്റെ പേരുമാണ് ഇതിൽ കിടക്കുന്നത്. നോക്കുക, ലിസ്റ്റ് 1 പിവോട്ട് ജോയിന്റ്, കോണ്ടിലോയിഡ് ജോയിന്റ്, സാഡിൽ ജോയിന്റ്, ഹിഞ്ച് ജോയിന്റ്. ലിസ്റ്റ് 2 അതിൻ്റെ എല്ലാം അനാറ്റമിക്കൽ നെയിംസ് കിടപ്പുണ്ട്. ഗിംഗ്ലിമസ് ജോയിന്റ്, ട്രക്കോയിഡ് ജോയിന്റ്, ഒവോയിഡ് ജോയിന്റ്, സെല്ലാർ ജോയിന്റ്. ഇതും നമ്മൾ ഇച്ചിരി ഡീപ്പായിട്ട് പഠിച്ചു പോകേണ്ടുന്ന ചില കാര്യങ്ങളാണ്. ബൈ റിപ്പറ്റീഷനിലൂടെ അല്ലെങ്കിൽ കോൺസ്റ്റന്റ്ലി റിവൈസ് ചെയ്യുന്നതിലൂടെ മാത്രം ആൻസേഴ്സ് വരുന്ന ചില സംഗതികളാണ്. നമുക്ക് നോക്കാം. ഓപ്ഷൻസ് നോക്കുക. ഇതാണ് ഓപ്ഷൻസ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ആൻസർ. നമുക്ക് ആൻസറിലേക്ക് പോകാം. ഓപ്ഷൻ 1 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പിവോട്ട് ജോയിന്റ് അതൊരു കോമൺ നെയിം ആണ്. അതിന്റെ അനാറ്റമിക്കൽ നെയിം എന്ന് പറയുന്നത് എന്താണ്? ട്രക്കോയിഡ് ജോയിന്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി കോണ്ടലോയിഡ് ജോയിന്റിന്റെ കോമൺ നെയിം ആണ് കോണ്ടലോയിഡ് ജോയിന്റ്. അതിന്റെ അനാറ്റമിക്കൽ നെയിം എന്ന് പറയുന്നത് ഓവോയിഡ് ജോയിന്റ് എന്നാണ്. സാഡിൽ ജോയിന്റ് എന്ന് നമ്മൾ കോമൺ നെയിം വിളിക്കുന്ന അതിന്റെ അനാറ്റമിക്കൽ നെയിം എന്ന് പറയുന്നത് സെല്ലാർ ജോയിന്റ് ആണ്. ഓക്കെ, സാഡിലും സെല്ലാറും. ഓക്കെ, ഹിഞ്ച് ജോയിന്റിന്റെ അനാറ്റമിക്കൽ നെയിം എന്ന് പറയുന്നത് ഗിംഗ്ലിമസ് ജോയിന്റ് ആണ്. ഓക്കെ, കോണ്ടലോയിഡ്. ഓക്കെ, ഓയിഡ് ആണ് ഒവോയിഡ് എന്ന് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നത്. ഓക്കെ ഓക്കെ, കോണ്ടിലോയിഡിന്റെ ഒവോയിഡ്. ഓക്കെ, പിവോട്ടിന്റെ ട്രോക്കോയിഡ്, പിവോയുടെ ട്രോക്കോ. ഓക്കെ, പിവോയുടെ ട്രോക്കോയും കോണ്ടിലോയിഡിന്റെ ഓവോയിഡും അതാണ് ലോയിഡിന്റെ ഓവോയിഡും, സാഡിലിന്റെ സെല്ലാറും, ഹിഞ്ചിന്റെ ഗിംഗ്ലിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ജോയിന്റുകളുടെ അനാറ്റമിക്കൽ നെയിം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന സംഗതിയാണ്. പിവോയുടെ ട്രോക്കോയും ലോയിഡിന്റെ ഒവോയിഡും സാഡിലിന്റെ സെല്ലാറും ഹിഞ്ചിന്റെ ഗിംഗ്ലിമാറും. ഓക്കെ, അത് നമ്മൾ ബൈ ഹാർട്ട് ആയിട്ട് അല്ലെ ബൈ റിവിഷനിലൂടെ നമ്മൾ എല്ലാ ജോയിൻസിനെയും തന്നെ അനാറ്റമിക്കൽ നെയിം പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ്. ഓക്കെ, എല്ലാ പരീക്ഷകൾക്കും ചോദിച്ചു വരത്തില്ല, പക്ഷെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. Given below are two statements. One is labeled as assertion A and the other is labeled as reason R. ഓക്കെ, നമ്മുടെ ഈ 2025 ഡിസംബർ സൈക്കിളിലെ ക്വസ്റ്റ്യൻസ് മജോറിറ്റിയും അസേർഷൻ റീസൺ ടൈപ്പാണ്. കുറെ കാലമായിട്ട് UGC നെറ്റ് പരീക്ഷയിൽ നിന്ന് ഇച്ചിരി അവധി എടുത്തു പോയി കറങ്ങാൻ പോയതാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു യഥാർത്ഥ അസേർഷൻ റീസൺ ടൈപ്പ് ഫിസിക്കൽ എഡ്യൂക്കേഷനെ സംബന്ധിച്ച്. പക്ഷെ വീണ്ടും പൂർവാധികം ശക്തിയോടെ ഞാൻ എങ്ങും പോയിട്ടില്ല, ഇവിടൊക്കെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ ഒരു പരീക്ഷയാണ് 2025 ഡിസംബർ. അപ്പൊ അതിന് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണിത്. അസേർഷനും റീസണും ഇവിടെ തന്നിട്ടുണ്ട്, രണ്ട് സ്റ്റേറ്റ്മെന്റ്സ്. ഇനിയും നമുക്ക് നമ്മുടെ ഓപ്ഷൻസ് നോക്കുക. In the light of above statements, choose the most appropriate answer from the options given below. അതായത് നമ്മൾ നേരത്തെ പരിശീലിച്ചിട്ടുള്ള സംഗതികൾ തന്നെയാണ്. എയും ആറും കറക്റ്റ് ആണ്. എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് 6. പിന്നെ പറയുന്നത് എയും ആറും കറക്റ്റ് ആണ്, പക്ഷെ എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല 6. പിന്നെ പറയുന്ന ഓപ്ഷൻ ഏതാണ്? എ ശരിയാണ്, 6 തെറ്റാണ്. പിന്നെ പറയുന്നത് എന്താണ്? എ തെറ്റാണ്, 6 ശരിയാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഓപ്ഷൻസ്, ഇതൊക്കെയാണ് വരുന്നത്. ഇനി നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിലേക്ക് ഒന്ന് ചെല്ലാം, അല്ലെങ്കിൽ അസേർഷനിലേക്ക് റീസണിലേക്ക് ചെല്ലാം. നമ്മുടെ അസേർഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതാണ്: ഡീപ് ബ്രീത്തിങ്. ഓക്കെ, ഡീപ് ബ്രീത്തിങ് is an effective psychological skill for reducing anxiety in athletes. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, ഡീപ്പ് ബ്രീത്തിങ് എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കലായിട്ടുള്ള സംഗതിയാണോ? ആക്ച്വലി അതിനകത്ത് വലിയൊരു ഫിസിയോളജി അല്ലേ ഒളിഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അതിന്റെ റീസണും കൂടെ വായിച്ചിട്ട് ഇനി അസേർഷനെ കുറിച്ച് ചിന്തിക്കാം.
ഡീപ് ബ്രീത്തിങ് ഇൻക്രീസസ് ഓക്സിജൻ സപ്ലൈ ടു മസിൽസ് ആൻഡ് എൻഹാൻസസ് ദിയർ സ്ട്രെങ്ത്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഡീപ് ബ്രീത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫിസിയോളജിക്കൽ സംഗതിയാണ്. എന്താണ്? യെസ്, ഓക്സിജൻ സപ്ലൈ മസിൽസിലേക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ഫിസിയോളജിക്കൽ സംഗതിയാണ് എന്ത്? ഡീപ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത്, അല്ലെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്, ഡീപ് ബ്രീത്തിങ് ഈസ് ആൻ ഇഫക്റ്റീവ് സൈക്കോളജിക്കൽ സ്കിൽ ഫോർ റെഡ്യൂസിങ് ആൻസൈറ്റി ഇൻ അത്ലറ്റ്സ്. അതായത് നമ്മൾ ഒരുപാട് ആൻസൈറ്റി ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഡീപ് ബ്രീത്തിങ് എക്സസൈസുകൾ നമ്മൾ നമ്മുടെ അത്ലറ്റ്സിന് കൊടുക്കാറുണ്ട്, അല്ലേ? യെസ്, ഡീപ് ബ്രീത്തിങ്. അപ്പോൾ അവിടെ നമ്മൾ ഡീപ് ബ്രീത്തിങ് എന്താണ്? ഓക്സിജൻ സപ്ലൈ മസിൽസിലേക്ക് ഇൻക്രീസ് ചെയ്യുക എന്ന പർപ്പസോട് കൂടിയിട്ടാണോ ഡീപ് ബ്രീത്തിങ് അവിടെ കൊടുക്കുന്നത്? അല്ല. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ ഡീപ് ബ്രീത്തിങ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആസ്പെക്റ്റിൽ ചിന്തിക്കുമ്പോൾ ഡീപ് ബ്രീത്തിങ് എന്താണ്? അതൊരു വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ സ്കില്ലാണ്. എന്തിനു വേണ്ടി ഇത് ഉപയോഗിക്കുന്നു? റിഡ്യൂസിങ് ആൻസൈറ്റി ഇൻ അത്ലറ്റ്സ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അസേർഷൻ പൂർണ്ണമായിട്ടും ശരിയല്ലേ? അല്ലേ? ആ ആംഗിളിൽ നോക്കുമ്പോൾ ഈ അസേർഷൻ പൂർണ്ണമായിട്ടും കറക്റ്റ് അല്ലേ? ഇനി നമ്മൾ റീസണിലോട്ട് ഒന്ന് നോക്കുക. ഡീപ് ബ്രീത്തിങ് ഇൻക്രീസസ് ഓക്സിജൻ സപ്ലൈ ടു മസിൽസ്. ആ പറഞ്ഞത് അത്രയും വളരെ വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഡീപ് ബ്രീത്തിങ് മസിൽസിലേക്ക് ഓക്സിജൻ സപ്ലൈ ഒക്കെ കൂട്ടുന്നു, വളരെ കറക്റ്റ് ആണ്. പക്ഷെ അതിന്റെ കൂടെ ഒരു വേണ്ടാതീനും കൂടെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് എൻഹാൻസസ് ദെയർ സ്ട്രെങ്ത്. ഈ ഡീപ്പ് ബ്രീത്തിങ് എടുത്തുകൊണ്ട് സ്ട്രെങ്ത് ഒക്കെ കൂട്ടാൻ പറ്റും എന്നൊരു സംഗതി എവിടെയെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടോ? ബ്രീത്തിങ് സാധാരണഗതിയിൽ ഓക്സിജൻ സപ്ലൈ കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നു. സൈക്കോളജിക്കൽ എൻവയോൺമെന്റിൽ അത് ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യാനും, ഫിസിയോളജിക്കൽ എൻവയോൺമെന്റിൽ ഇത് എന്താണ് മസിലിൽ ഓക്സിജൻ സപ്ലൈ കൂട്ടാനുമാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ സ്ട്രെങ്തിന് വേണ്ടിയിട്ട് ഡീപ്പ് ബ്രീത്തിങ് എന്നൊരു സംഗതിക്ക് എന്തോ ഒരു വശപ്പശകില്ലേ? ആ ഒരു കാരണം കൊണ്ട് നമുക്ക് ഈ റീസൺ അങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതായത് ഡീപ്പ് ബ്രീത്തിങ് ഇൻക്രീസസ് ഓക്സിജൻ സപ്ലൈ ടു മസിൽസ് വരെയുള്ള കാര്യം കറക്റ്റ് ആണ്. പക്ഷേ എൻഹാൻസസ് ദെയർ സ്ട്രെങ്ത്, മസിലിന്റെ സ്ട്രെങ്ത് എൻഹാൻസ്ഡ് ആകപ്പെടുന്നു ഡീപ് ബ്രീത്തിങ്ങിലൂടെ. അങ്ങനെ ഒരു സംഗതി വരുന്നുണ്ടോ? സ്ട്രെങ്ത് ഒക്കെ എൻഹാൻസ് ചെയ്യണമെങ്കിൽ വേറെ കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യേണ്ടുന്നത്? യെസ്. അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നോക്കുക, ഇനി ഓപ്ഷൻസ് നോക്കുക. ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ്. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് എ വളരെ വളരെ ശരിയാണ്. പക്ഷെ ആർ എന്താണ്? അതിനൊരു വാക്ക് വേണ്ടാതീനം വന്നതുകൊണ്ട് ആർ തെറ്റാണ്. സോ നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് പോകാം. യെസ്, ഓപ്ഷൻ 3 ആണ്. എ ഈസ് കറക്റ്റ്, ആർ ഈസ് നോട്ട് കറക്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ അസേർഷനും റീസണും വളരെ സിമ്പിൾ ആയിട്ട് ആ രീതിയിൽ ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കിയല്ലോ. അപ്പം ചില ക്വസ്റ്റ്യൻസ് അതാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെ മാത്രമല്ല, അത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമേ ഇങ്ങനെയുള്ള സംഗതികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പരീക്ഷയുടെ ആസ്പെക്റ്റിൽ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ വളരെ രസകരമായിട്ടുള്ളൊരു അസേർഷൻ റീസണമായിരുന്നു. നമുക്ക് അതാണ് ഡീപ് ബ്രീത്തിങ് ഡസ് ഹെൽപ്പ് റെഡ്യൂസ് ആൻസൈറ്റി. ഇതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. എ കറക്റ്റ് ആണ്. ബട്ട് ഇറ്റ്സ് ബിക്കോസ് ഇറ്റ് കാംസ് ദ നെർവസ് സിസ്റ്റം. യെസ്, ഈ ആൻസൈറ്റി കുറയുന്നതിന് കാരണം എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഫിസിയോളജിയാണ്. ഓക്കെ, നോട്ട് ബിക്കോസ് ഇറ്റ് ബൂസ്റ്റ് മസിൽ സ്ട്രെങ്ത് ബൈ ഇൻക്രീസിങ് ഓക്സിജൻ. അതായത് ഓക്സിജന്റെ ആ സപ്ലൈ ഇൻക്രീസ് ചെയ്തുകൊണ്ട് മസിൽ സ്ട്രെങ്ത് ഇൻക്രീസ് ആവുന്നത് വഴി അല്ല അവിടെ ആൻസൈറ്റി റെഡ്യൂസ് ആകപ്പെടുന്നത്. പിന്നെ എന്താണ്? നെർവസ് സിസ്റ്റം കാം ആകുന്നു ഡീപ് ബ്രീത്തിങ്ങിലൂടെ. അതിനാലാണ് ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഡീപ് ബ്രീത്തിങ്ങിനെ അതിൻ്റെ സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടും അല്ലെങ്കിൽ അതിൻ്റെ കണക്ഷനും ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും കണക്ഷനും മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which anatomical structure is most directly compressed during Heimlich maneuver to expel a foreign object from the airway? നമുക്ക് എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഏത്? ഹെംലിച്ച് മാനുവർ. ആ പേര് കണ്ടിട്ട് ചിലപ്പോൾ ആദ്യം പഠിക്കുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ ഉണ്ടാവും, ഇതെന്തു പേരാ. പക്ഷെ സംഗതി ഇതാണ്, എന്തെങ്കിലും എടുത്ത് തൊണ്ടയെ കുടുങ്ങിയിട്ടോ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും എടുത്ത് പുറത്ത് കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പരിപാടിയാണ് എന്ത്? ഹെംലിച്ച് മാനുവർ. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഹെംലിച്ച് മാനുവർ എന്ന് ഉദ്ദേശിക്കുന്നത്.
Which anatomical structure is most directly compressed during Heimlich maneuver? Heimlich maneuverൽ വളരെ ഏറ്റവും, അതായത് Heimlich maneuver പ്രോസസ്സിൽ നമ്മൾ ഏത് അനാട്ടമിക്കൽ സ്ട്രക്ചറാണ്, ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏത് അനാട്ടമിക്കൽ സ്ട്രക്ചറാണ് കംപ്രസ് ചെയ്യുന്നത്? അപ്പം മനസ്സിലായല്ലോ Heimlich maneuver പ്രോസസ്സ്. ഇനിയിപ്പം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് ഈ പ്രോസസ്സ് എന്നും കൂടെ ഒന്ന് മനസ്സിലാക്കുക. It is the process to expel a foreign object from the airway. നമ്മുടെ ശ്വാസനാളത്തിൽ ഏതെങ്കിലും ഉള്ള ഒബ്ജക്റ്റുകൾ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെ പുറത്തെടുക്കാനായിട്ട് കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് Heimlich maneuver. ഇതുമായിട്ട് ഡയറക്റ്റ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന അനാട്ടമിക്കൽ സ്ട്രക്ചർ ഏതാണെന്ന് മനസ്സിലാക്കുക. ട്രക്കിയ, ഈസോഫാഗസ്, ഡയഫ്രം, ലാറിങ്സ്. ഇപ്പം നമ്മുടെ ഈസോഫാഗസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫുഡ് പൈപ്പ് അല്ലേ? യെസ്. ട്രക്കിയ നമ്മുടെ ആ ഒരു അതാണ് ഫുഡ് പോകുന്ന ആ ഒരു പാർട്ടും കാര്യങ്ങളൊക്കെയാണ്. ലാറിങ്സ് നമ്മുടെ ആഡംസ് ആപ്പിള്. ഓക്കെ, യെസ്. ലാറിങ്സ്, ഫാരിങ്സ്, ട്രക്കിയ. അപ്പൊ അതാണ് ആ ഒരു സംഗതിയുടെ കണക്ഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ ഏത് ഭാഗം കംപ്രസ് ചെയ്തിട്ടാണ് ഈ ഉള്ളിൽ കിടക്കുന്ന സംഗതി പുറത്തേക്ക് കൊണ്ടുവരുന്നത്? ട്രക്കിയ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ഏകദേശം തീരുമാനമാകത്തില്ലേ? ഇനി ഈസോഫാഗസ് കംപ്രസ് ചെയ്തുകൊണ്ട് വല്ല കാര്യവും ഉണ്ടോ? ഈ സംഗതി വല്ലതും പുറത്തു വരുമോ? ലാറിങ്സ് കംപ്രസ് ചെയ്തത് കൊണ്ട് വല്ല കാര്യവും ഉണ്ടോ? ഇല്ല. എന്ത് കംപ്രസ് ചെയ്താലാണ് ഈ സംഗതി പുറത്തോട്ട് വരിക? ഡയഫ്രം. യെസ്. Heimlich maneuverൽ ഡയഫ്രം കംപ്രസ് ചെയ്യുമ്പോഴാണ് ഈ ഫോറിൻ ഒബ്ജക്റ്റ്, എയർവേയിൽ കുടുങ്ങി കിടക്കുന്ന ഈ ഫോറിൻ ഒബ്ജക്റ്റ് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, എല്ലാം ആ ഏരിയയിൽ തന്നെയുള്ള സംഗതികളാണ്. പക്ഷേ കംപ്രഷൻ ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഡയഫ്രം ആണ്. ഈ ട്രക്കി ആയിക്കോട്ടെ, ഈസോഫാഗസ് ആയിക്കോട്ടെ, ലാരിങ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ അതിന്റെ അയൽക്കാരാണ്. പക്ഷെ കംപ്രഷൻ മെയിൻലി ഡയഫ്രം ആണ്. നമ്മൾ ആ Heimlich maneuver കൊടുക്കുമ്പോൾ എവിടെയാണ് കംപ്രസ് ചെയ്യുന്നത്? ആ ഒരു പിടുത്തം വരുന്ന സമയത്ത് എവിടെയാ കംപ്രസ് ചെയ്യുന്നത്? കൊണ്ടുപോയി തൊണ്ടയിലെ പിടിച്ച് കംപ്രസ് അല്ലാണോ ചെയ്യുന്നത്? അല്ല. യെസ്, ഇവിടുന്ന് ഒന്ന് പിടിച്ചൊരു സംഗതിയും കാര്യങ്ങളും അല്ലേ? യെസ്, അത് ആ ഒരു പ്രോസസ്സ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് ഓർത്താൽ മതി. താരതമ്യേന സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വിച്ച് അനാട്ടമിക്കൽ സ്ട്രക്ചർ ഈസ് മോസ്റ്റ് ഡയറക്ട്ലി കംപ്രസ്ഡ് ഡ്യൂറിംഗ് Heimlich maneuver ടു എക്സ്പെൽ എ ഫോറിൻ ഒബ്ജക്ട് ഫ്രം ദ എയർവേ? ഓപ്ഷൻ 3 the diaphragm ആണ്. The anatomical structure most directly compressed during the Heimlich maneuver to expel a foreign object from the airway is the abdomen. ഓക്കെ, നമ്മൾ പെട്ടെന്ന് ഡയഫ്രം എന്ന് പറഞ്ഞത് കൊണ്ട് മനസ്സിലാവാത്തത് കൊണ്ട് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന, അല്ലെ നമുക്കൊക്കെ മനസ്സിലാവുന്ന ഒരു സംഗതിയാണ് അബ്ഡോമൻ. നമ്മൾ വയറ്റി പിടിച്ചിട്ടല്ലേ ഈ ഒരു സംഗതി ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നത്? യെസ്, അതായത് സ്പെസിഫിക്കലി അപ്പർ പാർട്ട് ഓഫ് അബ്ഡോമൻ, ലോവർ അബ്ഡോമൻ അല്ല, അപ്പർ അബ്ഡോമൻ ആണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, ഈ അപ്പർ അബ്ഡോമനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന പാർട്ട് ഏതാണ്? ഡയഫ്രം ആണ്. കംപ്രഷൻ ഹിയർ പുഷസ് ദ ഡയഫ്രം അപ്വേർഡ്സ്. അപ്പൊ ഈ അബ്ഡോമനിൽ നമ്മൾ അപ്പർ അബ്ഡോമനിൽ കൊടുക്കുന്ന ആ ഒരു പുഷിങ് എന്തിന് കാരണമാകുന്നു? ഡയഫ്രം അപ്വേർഡ്സ് ആവുന്നതിന് കാരണമാവുന്നു. അങ്ങനെ ഡയഫ്രം അപ്വേർഡ്സ് ആവുന്നതിലൂടെ ലങ്സിലേക്കുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും ആ ഫോഴ്സിൽ നിന്ന് ഒബ്ജക്റ്റ് പുറത്തേക്ക് വരികയും ചെയ്യും. ഓക്കെ, compression here pushes the diaphragm upwards, increasing pressure in the lungs to force the object out. More precisely, it is the area just above the navel അല്ലെങ്കിൽ umbilicus that is compressed. നമ്മുടെ പൊക്കിൾക്കൊടിയുടെ തൊട്ട് മുകളിലുള്ള ഭാഗമാണ് യഥാർത്ഥത്തിൽ ആ ഒരു ഏരിയ ആണ് ശരിക്കും കംപ്രസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് അപ്പർ അബ്ഡോമൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പർ അബ്ഡോമനില് അതാണ് ആ പുഷ് കൊടുക്കുമ്പോൾ അവിടെ കംപ്രസ് ആവപ്പെടുന്നത്, അല്ലെ? അപ്പോൾ ആവപ്പെടുന്ന ഏരിയ ഡയഫ്രം ആണ്. അങ്ങനെയാണ് ഡയഫ്രം നമുക്ക് ആൻസറിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ജനറലും കുറെ സ്പെസിഫിക്കുമായിട്ടുള്ള കാര്യങ്ങൾ UGC പരീക്ഷയ്ക്ക് പഠിക്കണമെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫേസ് ദാറ്റ് കമ്പോസ് സ്ട്രെച്ച് ഷോർട്ടനിങ് സൈക്കിൾ? നമ്മുടെ സ്ട്രെച്ച് ഷോർട്ടനിങ് സൈക്കിളിൽ വരാത്ത സംഗതി ഇതിനകത്തിൽ ഏതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സ്ട്രെച്ച് ഷോർട്ടനിങ് സൈക്കിൾ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ എന്താണ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്താണ് കോൺട്രാക്ഷനുമായിട്ടും എല്ലാം ബന്ധപ്പെടുന്ന സംഗതിയാണ്.
ഈസെൻട്രിക്, കോൺസെൻട്രിക്, ഇതെല്ലാം നമ്മൾ ഈ സ്ട്രെച്ച് ഷോർട്ടനിങ് സൈക്കിളുമായിട്ട്, സ്ട്രെച്ചും ഷോർട്ടനും ആകുന്നു, കോൺട്രാക്ച്വലൈസേഷൻ ആ സംഭവം തന്നെ. അപ്പോൾ ഈസെൻട്രിക്കും കോൺസെൻട്രിക്കും ഉറപ്പായിട്ടും സ്ട്രെച്ച് ഷോർട്ടനിങ് സൈക്കിളിലുണ്ട്. ഈ അമോർട്ടൈസേഷനും ഡീസിലറേഷനും എന്താണ്? ഡീസിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കുറയുന്ന ഒരു സ്പീഡിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അത് കുറയുന്ന ഒരു സംഗതിയാണ് ഡീസിലറേഷൻ. എന്താണ് അമോർട്ടൈസേഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അതും ഈ സ്ട്രെച്ച് ഷോർട്ടനിങ് സൈക്കിൾ ഉള്ളതാണ്. പക്ഷെ എന്നിരുന്നാലും നമുക്കൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഈ സ്ട്രെച്ച് ഷോർട്ടനിങ് സൈക്കിൾ ഇല്ലാത്തൊരു സംഭവമാണ് ഡീസിലറേഷൻ. ബാക്കി എല്ലാം ഉണ്ട്. നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. The stretch shortening cycle consists of eccentric. ഓക്കെ, ആദ്യത്തെ സ്ട്രെച്ച് ഷോർട്ടനിങ് സൈക്കിളിലെ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് സ്ട്രെച്ച് ഫേസ് ആണ്, അഥവാ എന്താണ്, ഈസെൻട്രിക് ഫേസ് ആണ്. ഇവിടെ എന്താണ് നടക്കുക? മസിൽ ലെങ്തൻസ് അണ്ടർ ലോഡ്, അതായത് മസിൽ സ്ട്രെച്ച് ആകപ്പെടുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അതിന് ഈസെൻട്രിക് ഫേസ് എന്നാണ് പറയുക. ഈസെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടരുന്നു, സ്ട്രെച്ച് ആകപ്പെടുന്നു. ഇനി രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് ട്രാൻസിഷൻ ഫേസ് ആണ്. അതായത് സ്ട്രെച്ച് ആകപ്പെടുന്നത് ഉടനെ തന്നെ വീണ്ടും ഷോർട്ടൻ ആകത്തില്ല, അവിടെ ഒരു ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. ട്രാൻസിഷൻ ഫേസിന് പറയുന്ന ആ ഒരു പേരാണ് എന്ത്? അമോർട്ടൈസേഷൻ ഫേസ് എന്ന് പറയുന്നത്. എന്താണ് അമോർട്ടൈസേഷൻ ഫേസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ബ്രീഫ് pause between eccentric and concentric phases. Eccentric ഫേസിനെയും കോൺസെൻട്രിക് ഫേസിനെയും ഇടയിലുള്ള ഒരു വളരെ ബ്രീഫായിട്ടുള്ള വളരെ സമയമെടുക്കുന്ന സംഗതിയൊന്നുമല്ല, വളരെ ബ്രീഫായിട്ടുള്ള പോസിനെയാണ് ഈ അമോർട്ടൈസേഷൻ ഫേസ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ ഫേസ് നമ്മൾ സ്ട്രെച്ച് ചെയ്തു, ദെൻ ഇവിടെ ഒരു ബ്രീഫ് റെസ്റ്റ്, അതായത് ബ്രീഫ് പോസ് വന്നു. ദെൻ മൂന്നാമത്തെ സംഗതിയാണ് ഷോർട്ടനിങ് ഫേസ്. അതായത് എന്ത് ഫേസ്? കോൺസെൻട്രിക് ഫേസ്. അതായത് എന്താണ്? ലെങ്തൻ ആയിട്ടുള്ള മസിൽ കോൺട്രാക്ട് ആകുന്നു, മസിൽ കോൺട്രാക്ട് ചെയ്യപ്പെടുകയും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു? മൂവ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. സോ മസിൽ ലെങ്തൻ ചെയ്യുന്നു, ദെൻ ഒരു ബ്രീഫ് പോസിന് ശേഷം കോൺട്രാക്ട് ചെയ്യുകയും മൂവ്മെന്റ് അവിടെ വരികയും ചെയ്യുന്നു. ഓക്കെ, ഈ ഡീസിലറേഷൻ എന്ന സംഗതി സ്ട്രെച്ച് ഷോർട്ടനിങ് സൈക്കിളിൽ വരുന്നൊരു കാര്യം അല്ല. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഇല്ലസ്ട്രേറ്റ്സ് എ പെഡഗോഗിക്കൽ റെസ്പോൺസിബിലിറ്റി സ്പെസിഫിക് ടു പ്രൈമറി ലെവൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ? ഓക്കെ, അപ്പം നമ്മൾ നോക്കേണ്ടുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പെഡഗോഗിക്കൽ റെസ്പോൺസിബിലിറ്റി എന്നൊരു ഏരിയയാണ്. ഓക്കെ, പെഡഗോഗി റിലേറ്റഡ് ആണ്. അതായത് ടീച്ചിങ് എക്സ്പീരിയൻസ് കുട്ടികളിലേക്ക് എങ്ങനെ കൊടുക്കണം, ഒരു സംഗതി എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കണം, അതാണ് പെഡഗോഗിക്കൽ റെസ്പോൺസിബിലിറ്റി. ഏത് ലെവലിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്? പ്രൈമറി ലെവൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിന്റെ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് ചിന്തിച്ച് ഉത്തരവെഴുതേണ്ടതാണ്. ഫസ്റ്റ് ഓപ്ഷൻ കോച്ചിങ് സ്കൂൾ ലെവൽ അത്ലറ്റ്സ്. ഓപ്ഷൻ 2 സൂപ്പർവൈസിംഗ് ലാബോറട്ടറി ബേസ്ഡ് റിസർച്ച്. Option 3 introducing basic motor skills through play. Option 4 introducing basic cognitive skills. Okay, pedagogical responsibility പ്രൈമറി ലെവലിലുള്ള ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിന്റെ. ഓക്കെ, ഇച്ചിരി സംഗതി ഇച്ചിരി ഇതാണ്. ഇതിൽ നമുക്ക് ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർവൈസിംഗ് ലാബോറട്ടറി ബേസ്ഡ് റിസർച്ച് ഒരിക്കലും ഒരു പ്രൈമറി ലെവൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിന്റെ പരിധിയിൽപ്പെടുന്ന കാര്യമില്ല. ബാക്കി സ്കൂൾ ലെവൽ അത്ലറ്റ്സിന് കോച്ചിങ് കൊടുക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ കളികളിലൂടെ ബേസിക് മോട്ടോർ സ്കിൽസ് കൊടുക്കുന്നതായിക്കോട്ടെ, ഇതെല്ലാം വരുന്ന ഒരു സംഗതിയാണ്. ഇൻട്രൊഡ്യൂസിങ് ബേസിക് കൊഗ്നിറ്റീവ് സ്കിൽസ്, ഒരു കൊഗ്നിറ്റീവ് സ്കിൽസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിലൂടെ മാത്രം പോകുന്ന ഒരു സംഗതിയാണോ? അതായത് മോട്ടോർ സ്കിൽസ് ഓക്കെ, കോച്ചിങ്ങും ഓക്കെ, ബേസിക് കൊഗ്നിറ്റീവ് സ്കിൽസ് ഓക്കെ. അപ്പം അതാണ് പെഡഗോഗിക്കൽ റെസ്പോൺസിബിലിറ്റി എന്നൊരു വാക്കും കൂടെ വരുന്നുണ്ട്.
ഓക്കെ, അതാണ് പെഡഗോഗിക്കൽ റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രൈമറി ലെവൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്ന ആ ഒരു ചോദ്യം വരുന്നത് കൊണ്ട് അവിടെ നമുക്ക് എന്താണ് കോഗ്നിറ്റീവ് സ്കിൽസിനെ ഒന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും വെക്കുകയാണ്. ബേസിക് കോഗ്നിറ്റീവ് സ്കിൽസ് എന്നാണ് ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിന്റെ മാത്രം ഇതിലിരിക്കേണ്ട കേസല്ല, എല്ലാവർക്കും ഇതാണ്. പക്ഷേ സ്കൂൾ ലെവൽ അത്ലറ്റ്സിന് കോച്ചിങ് കൊടുക്കുന്നത് ഉറപ്പായിട്ടും ഒരു പ്രൈമറി ലെവൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിന്റെ കയ്യിലിരിക്കുന്നതാണ്. പക്ഷെ ഈ സൂപ്പർവൈസിങ് ലാബോറട്ടറി ബേസ്ഡ് റിസർച്ച് ഇരിക്കുന്നതല്ല. പിന്നെ വരുന്ന ഒരു കാര്യം ഇതാണ്, പ്ലേയിലൂടെ ബേസിക് മോട്ടോർ സ്കിൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഈ കോച്ചിങ് എന്ന് പറയുന്നത് ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. ഒരിക്കലും ഒരു പ്രൈമറി ലെവൽ കുട്ടികൾക്ക് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല, കോച്ചിങ് കൊടുക്കാൻ പറ്റില്ല. അതൊരു സെക്കൻഡറി സ്കൂൾ കുട്ടികൾക്ക് പറ്റുന്നതാണ്. സെക്കൻഡറി ലെവലിലുള്ള അല്ലെ ഹയർ സെക്കൻഡറി ലെവലിലുള്ള കുട്ടികൾക്കാണ് കോച്ചിങ് പറ്റുക. അതുകൊണ്ട് മാത്രമാണ് ഈ സംഗതി ഇവിടെ നമ്മൾ ഓപ്ഷനിൽ നിന്ന് വിടുന്നത്. ഓക്കെ, ഈ ഇൻട്രൊഡ്യൂസിങ് ബേസിക് കോഗ്നിറ്റീവ് സ്കിൽസ് ആക്ച്വലി ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ മാത്രമല്ല മറ്റെല്ലാ സബ്ജക്റ്റുകളിലൂടെയും പോകേണ്ടുന്ന ഒരു സംഗതി ആയതുകൊണ്ട് ഇതും നമുക്കിവിടെ കൺസിഡർ ചെയ്യേണ്ടതില്ല. പക്ഷേ കളികളിലൂടെ ബേസിക് ആയിട്ടുള്ള മോട്ടോർ സ്കിൽസുകൾ കുട്ടികൾക്ക് നൽകുക എന്ന് പറയുന്നത് പ്രൈമറി ലെവലിലുള്ള ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിന്റെ പെഡഗോഗിക്കൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കണക്കാക്കാം. ഓക്കെ, at primary level, a physical education teacher's pedagogical responsibility focuses on developing fundamental movement. Yes, fundamental movement കുട്ടികളെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി ലെവലിലുള്ള ഒരു പെഡഗോഗിക്കൽ റെസ്പോൺസിബിലിറ്റി ഒരു കായിക അധ്യാപകന്റെ. ആൻഡ് മോട്ടോർ സ്കിൽസ് ഇൻ ദി യങ് ചിൽഡ്രൻ. അപ്പൊ ഫണ്ടമെന്റൽ മൂവ്മെന്റ് മോട്ടോർ സ്കിൽസും അതിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി ലെവലില് ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിന്റെ റെസ്പോൺസിബിലിറ്റി. ടിപ്പിക്കലി ത്രൂ എൻഗേജിങ് പ്ലേ ബേസ്ഡ് ആക്ടിവിറ്റീസ്. അതായത് നേരെ ചൊവ്വേ ചെന്ന് ഇത് പറയുകയല്ല, കളികളിലൂടെയാണ് അത് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. ഓക്കെ, സോ ആ ഒരു ഓപ്ഷൻസും ക്വസ്റ്റ്യന്റെ രീതിയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Given below are two statements. One is labeled as assertion and A and the other is labeled as reason R. ഞാൻ പറഞ്ഞു കുറെ കാലങ്ങൾക്ക് ശേഷം അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് UGC നെറ്റ് പരീക്ഷയിൽ പൂർവാധികം ശക്തിയോടുകൂടി നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സബ്ജക്റ്റിൽ വന്നൊരു പരീക്ഷയാണ് December 2025. സോ നമുക്ക് വീണ്ടും അടുത്ത അസേർഷൻ റീസൺ നോക്കാം. ഇവിടെ അസേർഷൻ കൊടുത്തിരിക്കുന്നത് ഫിലോസഫി ഓഫ് ഐഡിയലിസം emphasizes moral and spiritual development through physical education എന്നുള്ളതാണ്. റീസൺ നോക്കുക, ഐഡിയലിസ്റ്റിക് ഫിലോസഫി believes that human body is more important than mind. നമ്മൾ ഒറ്റയടിക്ക് ഈ സംഗതി ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡിയലിസം എപ്പോഴും ഐഡിയയുമായി ബന്ധപ്പെട്ടതാണ്. ഐഡിയ എപ്പോഴും എവിടെയാണ് ഉണ്ടാവുക, മനസ്സിലാണ്. സോ ഐഡിയലിസ്റ്റിക് ഫിലോസഫി എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനായിരിക്കും? മൈൻഡിനല്ലേ. മൈൻഡല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഐഡിയലിസത്തില്. അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ ഈ റീസൺ ഒരു ശരിയാണോ? അല്ല. ഇനി അസേർഷൻ നോക്കുക, ഫിലോസഫി ഓഫ് ഐഡിയലിസം എംഫസൈസസ് മോറൽ ആൻഡ് സ്പിരിച്വൽ ഡെവലപ്മെന്റ് ത്രൂ ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അത് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അസേർഷൻ എ കറക്റ്റും റീസൺ ആർ തെറ്റായിട്ടും വരും. അത് ആ ഒരൊറ്റ വാക്കുകൊണ്ടാണ് ഐഡിയലിസ്റ്റിക് ഫിലോസഫി ദാറ്റ് ഹ്യൂമൻ ബോഡി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ മൈൻഡ്. ഇത് നേരെ തിരിച്ചു വന്നു എന്നിരിക്കട്ടെ. ഐഡിയലിസ്റ്റിക് ഫിലോസഫി ബിലീവ്സ് ദാറ്റ് മൈൻഡ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഹ്യൂമൻ ബോഡി എന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഒന്ന് മാറി ചിന്തിക്കേണ്ടുന്ന അവസ്ഥ വന്നേനെ. ഓക്കെ, നമ്മുടെ ഓപ്ഷൻസ് വീണ്ടും പറയേണ്ട ആവശ്യമില്ല. എല്ലായ്പ്പോഴും വരുന്ന അതേ സംഗതിയാണ്, അതേ പാറ്റേൺ ആണ് നമ്മുടെ ഓപ്ഷൻസ് കിടക്കുന്നത്. നമ്മൾ ഈ അസേർഷൻ റീസൺ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൻസറിലേക്ക് എത്താം. സോ നമ്മുടെ ഓപ്ഷൻ 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എ കറക്റ്റ് ആണ്, ആറ് കറക്റ്റ് അല്ല. അസേർഷൻ കറക്റ്റ് ആവുന്നത് എന്തുകൊണ്ടാണ്? ഐഡിയലിസം ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡസ് ഫോക്കസ് ഓൺ ഡെവലപ്പിംഗ് മോറൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂസ്. യെസ്, അതായത് ഐഡിയലിസം ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ എന്തിലേക്കാണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്? മോറൽ വാല്യൂസും സ്പിരിച്വൽ വാല്യൂസും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ടീം വർക്ക്, ഡിസിപ്ലിന് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ഫോക്കസ് കൊടുക്കുന്നത്.
ഇനിയിപ്പോൾ റീസൺ റോങ് ആവാനായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഐഡിയലിസം ആക്ച്വലി വാല്യൂസ് ദ മൈൻഡ് ആൻഡ് സ്പിരിറ്റ് ഓവർ ഫിസിക്കൽ ബോഡി. ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ നമ്മുടെ റീസണിൽ ആ ഒരു വാക്കുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നെങ്കിൽ റീസണും കറക്റ്റ് ആയേനെ. അപ്പൊ ഇതാണ് റീസൺ റോങ് ആകാനുള്ള കാരണം. അതാണ് ശരിക്കും ഐഡിയലിസം എന്തിനെയാണ് വാല്യൂ ചെയ്യുന്നത്? മൈൻഡ് അല്ലെങ്കിൽ സ്പിരിറ്റിനെയാണ് വാല്യൂ ചെയ്യുന്നത്. ഇറ്റ് സീസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആസ് എ വേ ടു നർച്ചർ മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. ഐഡിയലിസം ഫിസിക്കൽ എഡ്യൂക്കേഷനെ കാണുന്നത് എന്താണ്? മൈൻഡിനെയും സ്പിരിറ്റിനെയും നർച്ചർ ചെയ്യാനുള്ള ഒരു വഴിയായിട്ടാണ്. അതായത് മോറലി സ്പിരിച്വലി എൻലൈറ്റൻ ആയിട്ടുള്ള ഒരു അത്ലറ്റിനെ വാർത്തെടുക്കുക. അതാണ് ഒരു ഐഡിയലിസം ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ വർക്ക് ചെയ്യുന്നത്. നോട്ട് ബിക്കോസ് ദ ബോഡി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതാണ്, ബോഡി അല്ല ഒരിക്കലും ഐഡിയലിസത്തിൽ ഇമ്പോർട്ടൻ്റ് ആയ സംഗതി. അവിടെ ഇമ്പോർട്ടൻ്റ് ആയ സംഗതി മൈൻഡ് ആണ്, സ്പിരിറ്റ് ആണ്. അവിടെ ഐഡിയലിസം ഫോക്കസ് കൊടുക്കുന്നത് എന്തിനൊക്കെയാണ്? മോറൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂസ് ആണ്. അതിൽ തന്നെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഡിസിപ്ലിൻ, ഒരു അത്ലറ്റിന്റെ ഡിസിപ്ലിൻ സൈഡ്, അല്ലെങ്കിൽ ഒരു ടീമായിട്ടിരിക്കുമ്പോൾ ആ ടീം എങ്ങനെ വർക്ക് ചെയ്യണം, ഈ കാര്യങ്ങളിലൊക്കെയാണ് ഐഡിയലിസം പ്രധാനമായിട്ടും ചെയ്യുന്നത്. അതായത് ഓരോ ഇൻഡിവിജ്വലും നല്ലതാകുവാണെങ്കിൽ ആ ടീം നല്ലതാകും. അങ്ങനത്തെ ഒരു മൈൻഡും കാര്യങ്ങളും ഒക്കെയാണ് ഐഡിയലിസത്തിൽ പറയുന്നത്. ഒരു ഇൻഡിവിജ്വലിനെ, ഒരു നല്ല അത്ലറ്റിനെ സ്പിരിച്വലിയും മോറലിയും ഒക്കെ നല്ലതാക്കി എടുക്കുക എന്നുള്ളതാണ് ഐഡിയലിസത്തിൽ പ്രധാനമായിട്ടും പറയുന്നത്. അല്ലാതെ നല്ല ഫിസിക്കലി ഫിറ്റും കാര്യങ്ങളും അങ്ങനത്തെ ഒരു ആസ്പെക്റ്റിലേക്കല്ല. അതും അവിടെ ആസ്പെക്റ്റ് ആണ്. പക്ഷേ മനസ്സ് ആദ്യം നന്നാവണം എന്നൊരു ടോക്കുണ്ടല്ലോ, അതാണ്. മനസ്സ് കാര്യങ്ങളൊക്കെ നല്ലതാവണം. ആ കാര്യങ്ങളൊക്കെ നന്നായി കഴിഞ്ഞാൽ ഈ ബോഡി കൊണ്ടും കാര്യമുള്ളൂ എന്ന് പറയുന്ന ഒരു ലൈനാണ് ഐഡിയലിസം ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ പശ്ചാത്തലത്തിൽ വരുന്നത്. സോ നമ്മുടെ ചോദ്യത്തിലേക്ക് ഒന്ന് വീണ്ടും നോക്കിക്കേ. അതാണ് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ഈ ഒരു ഡിസംബർ സൈക്കിളിൽ അസർഷൻ റീസൺ വന്നിട്ടുണ്ട്. പക്ഷെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഉത്തരങ്ങൾ വരാവുന്ന ചില ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. പക്ഷെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് വരുന്നുണ്ട്. അപ്പൊ ഇത് നോക്കുക. ഫിലോസഫി ഓഫ് ഐഡിയലിസം എംഫസൈസസ് മോറൽ ആൻഡ് സ്പിരിച്വൽ ഡെവലപ്മെന്റ് ത്രൂ ഫിസിക്കൽ എഡ്യൂക്കേഷൻ. റീസൺ ഞാൻ പറഞ്ഞു, റീസൺ ശരിയാവണമെന്നുണ്ടായിരുന്നെങ്കിൽ ഐഡിയലിസ്റ്റിക് ഫിലോസഫി ബിലീവ്സ് ദാറ്റ് ഹ്യൂമൻ ബോഡി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ മൈൻഡ് എന്നതിന് പകരം ഫിലോസഫി ബിലീവ്സ് ദാറ്റ് മൈൻഡ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ഹ്യൂമൻ ബോഡി എന്നായിരുന്നെങ്കിൽ ഈ റീസൺ ശരിയായിട്ട് വന്നേനെ. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഇനിയുള്ള ക്ലാസ്സുകളിലും നമ്മൾക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്ത് പരിചയപ്പെടാം. കഴിഞ്ഞ എക്സാമുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുടർന്ന് നമുക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ടേക്ക് തുടർന്നു കൊണ്ടുപോകാം. എല്ലാവർക്കും UGC നെറ്റ് വേഗം തന്നെ വിജയിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു.